ഇടത് ഒരു പയ്യൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക, അരാജകത്വം. അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സംഭവം നടക്കുമ്പോഴാണ് ഈ വീഡിയോ കാണും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലാപ്ടോപ്പിൽ ഇത് തുറന്നു വെച്ചിട്ട് ബഹുമാനായ ജഡ്ജ് സർക്കാർ വക്കീലന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും വല്ലാതെ ഫയർ ചെയ്തു. ഇപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് കാണുമ്പോഴാണ് ഈ സംഭവം ഞാൻ കാണുന്നത്. പിന്നീട് ഞാൻ തപ്പിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ തന്നെ അനേകം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കാലം, ആ തോന്നിവാസം കാണിച്ചാൽ കണ്ടുകൊണ്ടിരുന്ന കാലം മാറിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി കാണുന്നത് ഒരാളുടെ ലൈസൻസ് പരിപൂർണമായും അവസാനിപ്പിക്കുന്നു. ഇനി അയാൾക്ക് ഇന്ത്യയിൽ എവിടെയും വണ്ടി ഓടിക്കാൻ പറ്റില്ല. മാത്രമല്ല അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങളുടെ ഒരു ലൈസൻസ് തട്ടിയിട്ട് അവനെ എന്ത് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ വല്ല ബുദ്ധിയില്ലാത്തവരൊന്നും മതി. നമുക്ക് വല്ല വക്രബുദ്ധിയുണ്ട് പേര് വരും. ഇവരുടെ പേര് നിയമ നടപടി വരും. ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിച്ചെടുക്കും. അത് എൻ്റെ ലൈസൻസ് അല്ലേ പോയുള്ളൂ. അത് പോയപ്പോൾ ഒരിക്കലും 10,000 പേര് റീച്ച് കിട്ടിയുള്ളൂ. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം, അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പം യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു എന്ന് കണക്കാക്കി ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുവകളിൽ നിന്നോ സ്ഥാപന ജംഗമങ്ങളിൽ നിന്നോ ജപ്തി ചെയ്ത് പോകും. ഇനി ഒരുത്തൻ ഈ സർക്കസ് കാണിക്കത്തില്ല. മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയ ആലപ്പുഴ സ്വദേശി സഞ്ജു TS നിയമവിരുദ്ധമായി ചെയ്ത വീഡിയോകളുടെ പേരിൽ ലഭിച്ച മുഴുവൻ യൂട്യൂബ് വരുമാനവും കണ്ടുകെട്ടുവാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടപടികൾ ആരംഭിച്ചു. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. വാഹനത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചതിൻ്റെ പേരിലാണ് സഞ്ജുവിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. അപകടകരമായ രീതിയിൽ വാഹനം മോഡിഫൈ ചെയ്യുകയും അതിനുള്ളിൽ നീന്തൽക്കുളം ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വാഹനം പിടിച്ചെടുത്ത മോട്ടോർ വാഹന വകുപ്പ് സഞ്ജുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് യൂട്യൂബ് വരുമാനം പൂർണ്ണമായും കണ്ടുകെട്ടുവാനുള്ള പ്രവർത്തനങ്ങളുമായി വകുപ്പ് മുന്നോട്ടു പോകുന്നത്. യൂട്യൂബ് വഴി നിരന്തരം നിയമലംഘനങ്ങളുള്ള വീഡിയോകൾ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിലുള്ള നിയമ നടപടിയും സഞ്ജുവിനെതിരെ നടക്കുന്നുണ്ട്. നിലവിൽ ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുക അടക്കമുള്ള നടപടികൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും സ്വീകരിച്ചിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.